സ്വർണവിലയിൽ വൻ ഷോക്ക്, പക്ഷേ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കോ മലയാളികളെ, കാരണമുണ്ട്. പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് പറക്കുകയാണ് സ്വർണവില. ആഗോള വിപണിയിലെ വില വർധനയുടെ ചുവടുപിടിച്ച് കേരളത്തിലും സ്വർണവില ഇന്ന് കുത്തനെ ഉയർന്നു. ഗ്രാമിന് സർവ്വകാല റെക്കോർഡ് തുകയാണ് രേഖപ്പെടുത്തിയത്. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ധാരണ വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില കുറയാൻ കാരണമാകുമെന്നായിരുന്നു വിലയിരുത്തലുകൾ. എന്നാൽ വ്യാപാരയുദ്ധവും യുഎസിനു മേൽ പകരും താരിഫ് ചുമത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനവും യുഎസിലെ പണപ്പെരുപ്പ ഭീതിയുമെല്ലാം സ്വർണത്തിന്റെ വില കുതിക്കാൻ കാരണമായി. ഇന്ന് കേരളത്തിൽ ഗ്രാമിന് 55 രൂപയാണ് ഉയർന്നത്. ഇതോടെ 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് വില 8,120 രൂപയായി. അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് 440 രൂപ അധികം. പവനു വില 64,960 രൂപ തൊട്ടു. 40 രൂപ കൂടി വർദ്ധിച്ചാൽ 65,000 എന്ന റെക്കോർഡിലെത്തും കേരളത്തിലെ സ്വർണവില. ജിഎസ്ടിയും പണിക്കൂലിയുമെല്ലാം ചേർത്ത് ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 70,000 രൂപയെങ്കിലും നൽകണം. വില കുതിക്കുന്ന സാഹചര്യത്തിൽ സ്വർണം ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള ഓട്ടത്തിലാണ് സ്വർണപ്രേമികൾ. ഇന്ത്യ വിട്ടാൽ യുഎഇയിൽ നിന്ന് സ്വർണം വാങ്ങാനാണ് പൊതുവെ മലയാളികൾ ശ്രമിക്കാറുള്ളത്. ശുദ്ധസ്വർണം കൂടാതെ നികുതിയില്ലെന്നതൊക്കെ റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ധാരണ വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില കുറയാൻ കാരണമാകുമെന്നായിരുന്നു വിലയിരുത്തലുകൾ. എന്നാൽ വ്യാപാരയുദ്ധവും യുഎസിനു മേൽ പകരും താരിഫ് ചുമത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനവും യുഎസിലെ പണപ്പെരുപ്പ ഭീതിയുമെല്ലാം സ്വർണത്തിന്റെ വില കുതിക്കാൻ കാരണമായി. ഇന്ന് കേരളത്തിൽ ഗ്രാമിന് 55 രൂപയാണ് ഉയർന്നത്. ഇതോടെ 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് വില 8,120 രൂപയായി. അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് 440 രൂപ അധികം. പവനു വില 64,960 രൂപ തൊട്ടു. 40 രൂപ കൂടി വർദ്ധിച്ചാൽ 65,000 എന്ന റെക്കോർഡിലെത്തും കേരളത്തിലെ സ്വർണവില. ജിഎസ്ടിയും പണിക്കൂലിയുമെല്ലാം ചേർത്ത് ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 70,000 രൂപയെങ്കിലും നൽകണം. വില കുതിക്കുന്ന സാഹചര്യത്തിൽ സ്വർണം ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള ഓട്ടത്തിലാണ് സ്വർണപ്രേമികൾ. ഇന്ത്യ വിട്ടാൽ യുഎഇയിൽ നിന്ന് സ്വർണം വാങ്ങാനാണ് പൊതുവെ മലയാളികൾ ശ്രമിക്കാറുള്ളത്. ശുദ്ധസ്വർണം കൂടാതെ നികുതിയില്ലെന്നതൊക്കെ ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കുറവ് സ്വർണവിലയുള്ള 5 രാജ്യങ്ങളുടെ പട്ടികയെടുത്താൽ അവിടെ യുഎഇ ഇല്ല. അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്, ഇന്തോനേഷ്യ, UK, സിംഗപ്പൂർ ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ കഴിയുന്ന രാജ്യങ്ങൾ. ഇനി ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വർണം കിട്ടുന്നതെന്ന് എവിടെ നിന്ന് എന്ന് കൂടി നോക്കാം. അതിനായി രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ഇന്നത്തെ പവൻവില പരിശോധിക്കാം. രാജ്യതലസ്ഥാനത്ത് 22 കാരറ്റ് 10 ഗ്രാം സ്വർണത്തിന് വില 81,350 ആണ്. അതായത് ഒരു പവന് 65,080 രൂപ. മുംബൈയിൽ 64,960 രൂപയാണ് പവന് നൽകേണ്ടത്. അഹമ്മദാബാദ് 65,000, ബാംഗ്ലൂർ 64,960, ചെന്നൈ 64,960, ചണ്ഡീഗഡ് 65,080, ഹൈദരാബാദ് 64,960, കൊൽക്കത്ത 64,960, ജയ്പൂർ 65,080, ലക്നൌ 65,080, ഗുരുഗ്രാം 65,080, പാട്ന 65,000 എന്നിങ്ങനെയാണ് വില. അതായത് കേരളം, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പവന് വില തുല്യമാണ്. ഏറ്റവും ജയ്പൂർ, ലക്നൌ, ഗുരുഗ്രാം പോലുള്ള നഗരങ്ങളിലാണ് ഇന്ന് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത്. സ്വർണം എങ്ങനെ ലാഭത്തിൽ വാങ്ങാം? വില കൂടുതലും പണിക്കൂലിയുമെല്ലാം നടുവൊടിച്ചതോടെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ ലാഭത്തിൽ വാങ്ങാമെന്ന ചിന്തയിലാണ് പലരും. 22 കാരറ്റ് സ്വർണമാണ് ആഭരണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വില കൂടിയ സാഹചര്യത്തിൽ 18 കാരറ്റ് സ്വർണത്തിലേക്കാണ് ഇപ്പോൾ പലരുടെയും നോട്ടം. യുവാക്കളെല്ലാം ലൈറ്റ് വെയ്റ്റ് 18 കാരറ്റ് സ്വർണമാണ് ആവശ്യപ്പെടുന്നതെന്ന് ജ്വല്ലറി ഉടമകളും പറയുന്നു. വ്യത്യസ്തമായ ഡിസൈനിൽ ലഭിക്കുമെന്നതും ആളുകളെ ആകർഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് 22 കാരറ്റ് സ്വർണത്തിന് തന്നെയാണ് ഡിമാൻഡ്. ആളെ കൂട്ടാൻ ചില ജ്വല്ലറികൾ പണിക്കൂലിയിൽ ഓഫറുകൾ നൽകുന്നുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് സ്വർണം വാങ്ങുന്നവരും ഏറുകയാണെന്നും ജ്വല്ലറിക്കാർ പറയുന്നു.